ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമ്മൾ ജോഗിനി വാട്ടർഫാൾസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. മണാലി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന എല്ലാവരും തന്നെ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമൊന്നും അല്ല ജോഗിനി വാട്ടർഫാൾസ്. കാരണം ഇത് നമുക്ക് പോയി വരുമ്പോൾ തന്നെ ഒരു ദിവസം വേണം. മീൻസ് എറൗണ്ട് ഒരു 3 hours, ഒരു 3 hours, 3 to 4 hours നമ്മൾ കയറി കണ്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എടുക്കും. അത്രയും സമയം വേണം. അതും ഒരു 3 കിലോമീറ്ററോളം ഈ ഒരു മൗണ്ടൻ നമ്മൾ ട്രക്ക് ചെയ്താണ് നടന്നു പോകുന്നത്. അപ്പം മണാലിയിൽ വരുന്നവരെല്ലാം മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മളിങ്ങനെ നല്ല രസമുള്ള ഒരു യാത്രയാണ് ഈ ആപ്പിൾ തോട്ടങ്ങൾക്ക് ഇടയിലൂടെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ രസമുള്ള ഒരു യാത്രയാണ്. അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ കൂടെ വേറെ ഒന്ന് രണ്ടവന്മാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവന്മാരൊക്കെ നമ്മുടെ കൂടെ കൂടി നമ്മൾ ഒരുമിച്ചാണ് നടന്നു പോകുന്നത്. നമ്മുടെ കൂടെ മോളി വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മളങ്ങനെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. നോർമലി എല്ലാവരും മണാലി ഐറ്റിനറി സെറ്റ് ചെയ്യുമ്പോൾ 4 ദിവസം ഒന്നും കാണത്തില്ല. നമ്മൾ ഒരു 3 days ഒക്കെയാണ് എല്ലാവരും കറങ്ങുന്നത്. അപ്പൊ നമ്മളെ ഈ 4th ഡേ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു ജോഗിനി വാട്ടർഫാൾസിന്റെ ട്രക്കിംഗ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ നടന്ന് നമ്മളൊരു എല്ലാവരും കൂടെ ഒരുമിച്ചൊരു രസമുള്ള ഒരു യാത്രയാണ്. ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ ഉള്ള ഒരു വഴി, ഈ ഒരു മണാലി ആ ഒരു മലമ്പ്രദേശം ഉണ്ടല്ലോ, നമ്മൾ ഈ കയറി പോകുന്ന ഒരു വഴിയിലൊക്കെ ആകെ നമ്മൾ പോണ വഴിക്ക് ഇത്രയും ദൂരം പോകുന്ന വഴിക്ക് ആകെ കണ്ട ഒരേ ഒരു വീട് ഇതാണ്. ഇവിടെ തന്നെ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമ്മൾ നടന്ന് മുകളിൽ കയറി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു വീട് കാണുന്നത്. ഈ വീടിന്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്ത് തന്നെ ഇവര് പശുവിനെയൊക്കെ വളർത്തുന്നത്. പശുവിനെയൊക്കെ വീടിന്റെ അകത്ത് തന്നെ ഇട്ടേക്കും. അങ്ങനെ ഒരു പ്രത്യേക കൾച്ചറും സെറ്റപ്പും അതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. പിന്നെ വേറെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ഷൂട്ടിങ് ഈ ഒരു വാട്ടർഫാൾസിന്റെ സൈഡിൽ വെച്ച് നടത്തി. വിജയ് സേതുപതിയൊക്കെ അഭിനയിച്ചിട്ടുള്ള 97 എന്ന് പറയുന്ന ആ സിനിമയിൽ ഒരു ഫേമസ് സോങ് ഉണ്ട്. ഒരു കാടിനകത്തൊക്കെ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് യാത്രയൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ സിനിമയിൽ കാണുന്ന വാട്ടർഫാൾസ് ആണ് ഈ കാണുന്നത്. നമ്മൾ അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. അപ്പം ഏകദേശം നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. ദൂരെ നിന്ന് കാണാൻ നല്ല രസമാണ് മുകളിൽ നിന്ന് വന്ന് വീഴുന്നത്. അപ്പം വെള്ളം ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ ഹൈറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. താഴെ നിന്ന് നമ്മുടെ കൂടെ കയറി വന്ന ആൾക്കാരാണ് കേട്ടോ. ഇവരിവിടെ വന്ന് ഇനി റെസ്റ്റാ. ഇനി അടുത്ത ബാച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ താഴേക്ക്. എന്താല്ലേ ലൈഫ് തന്നെ. അപ്പൊ അതങ്ങനെ അങ്ങനെ അവരുടെ ഒരു സെറ്റപ്പായിട്ട് അവർ പോകുന്നു. നമ്മൾ വാട്ടർഫാൾസിന്റെ അവിടെയൊക്കെ വന്ന് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതിന്റെ വലിയ ഒരു നമ്മൾ കാണുന്ന ഭയങ്കര ഒരു വെള്ളച്ചാട്ടം, നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വരുന്ന ആ ഒരു ഇതൊന്നും ഇല്ല. ഇതിങ്ങനെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ചോട്ടിൽ നിന്ന് എടുക്കാം. നമുക്ക് അതിന്റെ അകത്തേക്കൊക്കെ കയറാം. ഈ വെള്ളത്തിന്റെ ആ ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അതിന്റെ അകത്തേക്കൊക്കെ നമുക്ക് കയറി പോയിരിക്കും. അങ്ങനെ ഇവിടുന്ന് കുറച്ച് രസകരമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതൊക്കെ ഇറങ്ങുവാണ്. ഇനിയും ഇത്രയും ദൂരം തന്നെ നടക്കണം, പക്ഷെ തിരിച്ചിറങ്ങാൻ ഇച്ചിരി എളുപ്പമുണ്ട്. അങ്ങനെ ഇന്നാണ് നമ്മുടെ മണാലിയിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ അങ്ങനെ മണാലി മൊത്തത്തിലൊരു എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ശരി, പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ.